ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരാഴ്ച കൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം അവസരം തന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആയിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം. 2 തീമോത്തി 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്ര കർത്താവേ, പ്രീതിയുള്ള സ്വർഗീയ അപ്പച്ച, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു കർത്താവേ. വചനം നിന്റേതാണപ്പ, ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതാണപ്പ. നീ ഞങ്ങളോട് സംസാരിക്കണമേ അപ്പച്ച. മനുഷ്യ സ്വരമല്ലപ്പ, നിന്റെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേ. ഞാനോ കുറയണം, നീയോ വളരണമപ്പ. യേശുവേ, നീ പ്രവർത്തിക്കണമേ. ഒരിക്കലും നാശമായി പോവാൻ നീ വിടല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ വിടല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. സാലോമിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥമായി അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിൻ്റെ കൃപ എന്താണ്, ആ ദൈവത്തിൻ്റെ മഹിമ എന്താണ്, ആ ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പീഡനങ്ങളും വന്നപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ ആരെ സേവിക്കുന്നുവെന്ന് എനിക്കറിയാമെന്ന്. ധൈര്യമായി പറയുകയാണ്, ഞാൻ ആരെ സേവിക്കുന്നുവെന്ന് എനിക്കറിയാമെന്ന്. അങ്ങനെ പറഞ്ഞ പലരെ കുറിച്ചും നമുക്ക് കാണാം, നമുക്ക് നോക്കാം. അതായത് 1 രാജാക്കന്മാർ 17:1 ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു രാജാവിൻ്റെ മുമ്പിൽ ഏലിയാവ് ആരാണ്? ഒരു പ്രാർത്ഥനാ വീരനാണ്. അവൻ്റെ അപ്പൻ ആരാണ്, അമ്മ ആരാണ്, ഒന്നും നമുക്കറിയത്തില്ല. ഒന്നറിയാം, അവൻ പ്രാർത്ഥനാ വീരനാണ്. അവൻ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്നും തീ ഇറക്കിയ വ്യക്തിയാണ്. അവൻ പ്രാർത്ഥിച്ച് 3 വർഷം 6 മാസക്കാലം മഴ വന്നില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴയെ ദൈവം അയച്ചു. അതുപോലെ തന്നെ ഒരു വിധവയുടെ മകനെ ഉയർപ്പിച്ചു, മരിച്ചുപോയ മകനെ ഉയർപ്പിച്ചു കൊടുത്തു. ആ ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന്. അവനറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും അവൻ്റെ മഹിമ എന്താണെന്നും അവൻ്റെ സ്നേഹം എന്താണെന്നും അവൻ്റെ ശക്തി എന്താണെന്നും ഏലിയാവിന് അറിയാമായിരുന്നു. പ്രിയ മക്കളെ, നിങ്ങൾക്കറിയാമോ? പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന്, ദൈവത്തിൻ്റെ മഹിമ എന്താണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന്? പ്രിയ മക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരത്തുള്ളൂ. ഉത്തരം തരുന്ന ദൈവമാണ്. മഴയും മഞ്ഞും ഉണ്ടാകണമെന്ന് വരികിൽ ഞാൻ പറഞ്ഞല്ലാതെ, എത്ര ധൈര്യമായിട്ടാണ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമാണെന്നും അവനറിയാം. ഉത്തരം കൊടുക്കാൻ ശക്തിയുള്ള ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായി രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് പറഞ്ഞത്. അവൻ പ്രാർത്ഥനാ വീരനായിരുന്നു. അവൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. നമ്മൾ ഓരോരുത്തരും
അറിഞ്ഞിരിക്കണം പ്രിയ മക്കളെ, ദൈവം ആരാണ്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ? എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുന്നുണ്ടോ? അയ്യോ, ഞാൻ ഇത്രയും നാൾ ഉപവസിച്ചിട്ടും എനിക്ക് ഉത്തരം തന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. എന്താ തരാത്തത്? എന്താ തരാത്തത്? നീ പരിശുദ്ധതയില്ല നിനക്ക്. നീ പ്രാർത്ഥിക്കുന്നത് മുളകും മല്ലിയും വീട്ടു സാധനങ്ങൾ മേടിച്ചോണ്ട് വരാനായിട്ട് ഭർത്താവിന് ലിസ്റ്റ് കൊടുക്കുന്ന പോലെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ദൈവം. നീ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കും മക്കളെ, പ്രാർത്ഥന കേൾക്കും. ഏലിയാവ് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാലും. അവൻ അത്ര പ്രാർത്ഥനാ വീരനായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവന് ധൈര്യമുണ്ടായിരുന്നു. അതിനാണ് അവൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ഒരാളെ കൂടെ നമുക്ക് നോക്കാം. അബ്രഹാം, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ മകനെ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. പ്രിയ മക്കളെ, അബ്രഹാമിൻ്റെ മകൻ ആരാണ്? ഇസാക്ക്. ഇസാക്കിന് വേണ്ടി അവർ താമസിക്കുന്ന ദേശത്തു നിന്നും പെണ്ണിനെ എടുക്കണ്ട, എൻ്റെ പിതൃദേശത്തെ പോയി അവന് പെണ്ണിനെ എടുക്കണമെന്ന് അവൻ്റെ കൂടെ നടക്കുന്ന, സഹപാഠിയായി നടക്കുന്ന എലിയാസറിനോട് പറഞ്ഞു. എലിയാസർ അപ്പോൾ പറയുന്നു, ഈ ദേശത്ത് നിന്ന് എൻ്റെ മകന് പെണ്ണിനെ എടുക്കരുത്, എൻ്റെ സ്വദേശത്ത് പോയി പെണ്ണിനെ എടുക്കണം. ഉടനെ എലിയാസർ ചോദിക്കുന്നു, ആ പെണ്ണ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. ഉടനെ അബ്രഹാം പറയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ സേവിക്കുന്ന ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്, എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണെന്ന് അബ്രഹാമിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഏലിയാസറെ പറഞ്ഞു വിടുകയാണ്. ഏലിയാസർ ഒണ്ടയുടെ പുറത്ത് കയറി ആ പെണ്ണ് ഇടാനായിട്ട് മൂക്കുത്തി, വള, എന്തെല്ലാം വേണമോ എല്ലാമായിട്ട് എലിയാസർ പോവുകയാണ്. എലിയാസർ പോകുന്ന യാത്രയിൽ എലിയാസർ വിചാരിക്കുകയാണ്, ഞാനൊരു കിണറിൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ ഒരു പെൺകുട്ടി അവിടേക്ക് വരണം. വന്നിട്ട് അവൾ വെള്ളം കോരുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ അവൾ പറയണം, നിനക്ക് കുടിക്കാൻ തരും, എനിക്ക് കുടിക്കാനും തന്ന് നിന്റെ ഒട്ടകത്തിനും ഞാൻ വെള്ളം കൊടുക്കാമെന്ന് അവൾ താനെ പറയുന്നു. അവളാണ് എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ എന്നവൻ തീരുമാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി പോലെ പറഞ്ഞുകൊണ്ട് അവൻ പോവുകയാണ്. അങ്ങനെ പോയി അവനൊരു കിണറിൻ്റെ വക്കത്ത് പോയി അവിടെ നിന്നു. ഉടനെ ഒരു നല്ല പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി വെള്ളം കോരാനായിട്ട് ആ കിണറിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ കിണറിൻ്റെ അടുത്തേക്ക് വന്ന് അവൾ വെള്ളം കോരി. ഉടനെ ഈ എലിയാസർ എനിക്ക് സ്വല്പം വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. ചോദിച്ച ഉടനെ അവൾ കുടം താഴെ വെച്ചിട്ട് അവന് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് എലിയാസർ എൻ്റെ ഒട്ടകത്തിനും കൊടുക്കാൻ പറഞ്ഞില്ല. അവിടെ കൊണ്ട് തന്നെ എലിയാസർ എന്ത് വിചാരിച്ചു പോയോ അതുപോലെ തന്നെ അവൾ പറയുന്നു, നീ വെള്ളം കുടിക്കേ, നിന്റെ ഒട്ടകത്തിനും ഞാൻ വെള്ളം കോരി കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഒട്ടകത്തിനും ഇഷ്ടം പോലെ വെള്ളം കോരി കൊടുത്തു. ഉടൻ തന്നെ നീ ആരുടെ മകളാണെന്ന് ചോദിക്കുമ്പോൾ അവള് വിശദമായിട്ടെല്ലാം പറഞ്ഞ് ഞാൻ മെതുവേലിൻ്റെ മകളാണ്. ഉടനെ അവിടെ കയ്യിൽ അവൻ വളയിട്ടു, മൂക്കുത്തി വിട്ടു. അവൾ ഓടിപ്പോയി അവിടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എല്ലാം വിവരം പറഞ്ഞു. ഉടനെ അവർ പറയുന്നു, നമ്മുടെ ഇവിടെ
ഒട്ടകത്തെ കെട്ടാനായിട്ട് സ്ഥലമുണ്ട്, പുല്ലുണ്ട്, വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ അവിടെ പോയി താമസിച്ച് അവരുടെ ഒട്ടകത്തിനെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ യജമാനൻ്റെ മകൻ ഇസാക്കിനെ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു, ഈ പെൺകുട്ടി അവന് ഇഷ്ടമായി, അവന് ഉടനെ അവളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അവളെ വിളിച്ചു. നിനക്ക് ഇവരുടെ കൂടെ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പോകാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ ഇവളെയും കൂട്ടി എലിയാസർ പോകുമ്പോൾ ഇസാക്ക് മരുഭൂമിയിൽ വന്നിരുന്നു കൊണ്ട് ദൈവത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അവൻ ചിലപ്പം പ്രാർത്ഥിച്ചത് ഇങ്ങനെ, എലിയാസർ പോയിട്ടുണ്ട്, എനിക്ക് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ നീ തരണമേ കർത്താവേ എന്നായിരിക്കും അവൻ പ്രാർത്ഥിച്ചത്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അവൾ അതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ യജമാനൻ്റെ മകൻ ഇസാക്കാണെന്ന് പറഞ്ഞു. ഉടനെ അവളെ ഒട്ടകത്തിൻ്റെ മേലിൽ നിന്നും താഴെ ഇറങ്ങി. എത്ര താഴ്മയെന്ന് നോക്കിയേ. ആ കാലത്തെ പെൺകുട്ടികൾക്ക് എത്ര താഴ്മയുണ്ടെന്ന് നോക്കിയേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് താഴ്മയില്ല. കല്യാണം കഴിഞ്ഞ് 3 മാസം 6 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവൻ്റെ കൃപ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അബ്രഹാമിന് ധൈര്യത്തോടുകൂടെ അബ്രഹാം പറഞ്ഞു വിട്ടു. അബ്രഹാം ദൈവം തൻ്റെ ദൂതനെ എലിയാസറിന് മുമ്പായിട്ട് അയക്കുകയും ഇത് എല്ലാ കാര്യങ്ങളും സഫലമായിട്ട് എലിയാസർ തിരിച്ച് റിബേക്കയുമായിട്ട് തിരിച്ചു വരികയാണ്. പ്രിയ മക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തെ നമ്മളെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ധൈര്യമായിട്ട് അവരുടെ കൂടെ ദൈവം തൻ്റെ ദൂതനെ അയക്കത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരത്തുള്ളൂ. നമ്മൾ ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ, വിശ്വാസമാണ് വലിയത്. നല്ല വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോശുവ യഹോവയോട് സംസാരിച്ചു, ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ! അവൻ്റെ ധൈര്യം നോക്കെ. യോശുവയുടെ ധൈര്യം എത്ര വലിയ ധൈര്യമായിരുന്നു നോക്കെ. ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോശുവ 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! ഇവർ യുദ്ധം ചെയ്തുവെങ്കിലും യഹോവയാണ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. യോശുവ ഒരു മനുഷ്യന്റെ വാക്ക് എത്ര ഭയങ്കരമാണെന്ന് നോക്കിയേ. യോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ മുമ്പിൽ ആരും നിൽക്കയില്ല, ഒരുത്തർ പോലും നിൽക്കുകയില്ല. യോശുവ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവമാണ് എന്നോടുകൂടെ ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അവൻ കൽപ്പിച്ചത്. സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവമാണ് എൻ്റെ ദൈവമെന്ന് യോശുവയ്ക്ക് അറിയാമായിരുന്നു. യോശുവയുടെ ദൈവം, യോശുവ യുദ്ധം ചെയ്യുമ്പോൾ യോശുവയ്ക്ക് പകരം ദൈവമാണ് നിന്ന് യുദ്ധം ചെയ്തത്. പ്രിയ മക്കളെ, യോശുവ 366 ദിവസം ഒരു വർഷത്തിലുണ്ടായിരുന്നു. ഈ കാരണവശാൽ ഒരു ദിവസം കുറഞ്ഞു, 365 ദിവസമായി. എന്താ കാരണം? സൂര്യൻ ഒരു ദിവസം മുഴുവനും ഒരു സ്ഥലത്ത് നിന്നു.
ചന്ദ്രൻ ഒരു ദിവസം മുഴുവൻ ഒരു സ്ഥലത്ത് നിന്നു. സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവമാണ് എന്നോടുകൂടെ ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസവും ധൈര്യവും ആർക്കുണ്ടായിരുന്നു? യോശുവയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അവൻ കൽപ്പിച്ചത്. സൂര്യനോട് ചന്ദ്രനോടും അതിനു മുമ്പും പിമ്പും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല. അതിനു മുമ്പും പിമ്പും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവം, നമ്മളിൽ വസിക്കുന്ന ദൈവം ആരാണെന്നുള്ളത് നമ്മളെ വിശ്വാസവും ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയത് യോശുവ. ആ യോശുവ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഓർത്ത് നോക്കിക്കേ. യോശുവയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടി ചെയ്ത ദൈവമാണ്. എൻ്റെ വാക്ക് ഗ്യാരണ്ടി കേൾക്കും എന്നൊരു ധൈര്യം യോശുവയ്ക്കുണ്ടായിരുന്നു. അതിനാണ് യോശുവ ധൈര്യത്തോടുകൂടെ പറഞ്ഞത്, സൂര്യ ചന്ദ്ര നീ നില്ലെന്ന് പറഞ്ഞ ഉടനെ സൂര്യനും ചന്ദ്രനും അതത് സ്ഥലത്ത് അവിടെ തന്നെ നിന്നു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ജീവിക്കുന്ന ദൈവം, ശക്തിയുള്ള ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം. നമുക്ക് വിശ്വാസമാണ് വലുത്. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ആ അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടോ? എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ട്. നീ സ്ഥാനപ്പെട്ട ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ അതുപോലത്തെ ഒരു വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. നീ വേറൊരു വ്യക്തിയെ പോയി സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകത്തില്ല. അവർ ശാപഗ്രസ്തരാണ്. അവരുടെ കുടുംബത്തിൽ ശാപത്തിൻ്റെ കെട്ട് കിടക്കുകയാണ്. ആ കെട്ടിനകത്ത് നീ കയറിപ്പോകരുത്. നീ യഥാർത്ഥമായി പരിശുദ്ധാത്മന അഭിഷേകം പ്രാപിച്ച വ്യക്തിയും സ്നാനപ്പെട്ട ഒരു വ്യക്തിയും ദൈവത്തെ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുപോലത്തെ ഒരു വ്യക്തിയെ മാത്രമേ നീ വിവാഹം കഴിക്കാവൂ. അതിനുവേണ്ടിയാണ് അബ്രഹാം ഈ ദേശത്തു നിന്നും, അബ്രഹാം വസിക്കുന്ന ദേശത്തു നിന്നും പെണ്ണെടുക്കാതെ അവൻ്റെ പിതൃദേശത്തേക്ക് പെണ്ണെടുക്കാൻ വിട്ടത്. പ്രിയ മക്കളെ, യോശുവയും അതുപോലെ തന്നെ നല്ല ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തോടാണ് അവൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചു പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും ഒരു ദിവസം മുഴുവൻ അവിടെ തന്നെ നിന്നു. യുദ്ധം ആര് ചെയ്തു? ദൈവം ചെയ്തു. നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവം, നമ്മളിൽ വസിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ധൈര്യവും ആ വിശ്വാസവും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മുടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ്? ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണ്? നമ്മൾ ഈ സേവിക്കുന്ന ദൈവമെന്ന് ഞാൻ കേരളത്തിൽ പുനലൂർ എന്ന ദേശത്ത് 3 ദിവസത്തെ മീറ്റിങ്ങിന് അവർ വിളിച്ചു. ഞാൻ ഈ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ സേവയ്ക്ക് പോകുന്നു പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര അത്ഭുതം നടന്നു. കുറേ അമ്മച്ചിമാർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അവർക്ക് വല്ല സേവയും കാണും. അതുകൊണ്ടാണ് ഇത്രയും അത്ഭുതം നടക്കുന്നത്. അത് തന്നെയുമല്ല, അവരുടെ വായിലെപ്പോഴും സേവ എന്ന് വരുന്നല്ലോ. ഇത് ബൈബിളിലെ വാക്കാണ്. ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ അപ്പച്ചൻ, എൻ്റെ യേശു അപ്പച്ചനാണ്. അല്ലാതെ എനിക്ക് മന്ത്രമോ കൂടോത്രമോ നേർച്ചയോ കാഴ്ചയോ ഒന്നും അറിയത്തില്ല. കണ്ണില്ലാത്ത വ്യക്തിക്ക് കണ്ണു കൊടുത്തു. ഇന്നലെ 80 കിലോമീറ്റർ ദൂരത്തിൽ കാറ് ഓടിച്ച് ഞങ്ങൾ 4-5 പേരൊരു വീട്ടിൽ പോയി. ഭയങ്കര ശാപത കെട്ടുള്ള ഒരു വീടാണ്. ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അവരുടെ കഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ കഷ്ടമുള്ള ഒരു വീടാണ്. അടുത്ത ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബം
ദൈവത്തെ കണ്ടു. അവർ ഞങ്ങളുടെ TV പ്രോഗ്രാം കണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ അവർ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. 2 ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഇവരോടും അവർ പോയി സുവിശേഷം പറഞ്ഞു. ഉടനെ ഞങ്ങളുടെ വീട്ടിലൊന്ന് വിളിക്കാമോ, കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ നിർബന്ധിച്ച് വളരെ ദിവസം എന്നോട് വാ എന്ന് പറഞ്ഞിട്ട് അത്രയും ദൂരം പോകണമല്ലോ. ഞങ്ങൾ ഇന്നലെ 2 കൽപ്പിച്ച വീട്ടിൽ പോയി. ഞങ്ങൾ 4-5 പേര് കൂടി കാർ ഓടിച്ച് 80 കിലോമീറ്റർ ദൂരത്തിൽ പോയി. അയ്യോ, ആ വീട്ടിലത്തെ അവസ്ഥ കണ്ടാൽ നല്ല കുടുംബവും നല്ലൊരു വീടും ഒക്കെയാണ്. പക്ഷെ ആ വീട്ടിൽ ശാപത്തിൻ്റെ കെട്ടാണ്. ആ അപ്പന്മാർ ചെയ്തിരിക്കുന്ന ശാപത്തിൻ്റെ കെട്ടും മക്കളുടെ മേലും മമ്മക്കളുടെ മേലും വരുമെന്ന് പറഞ്ഞത് ഇന്നലെ ഞാനത് കണ്ടു. ആ കുടുംബത്തിൽ സഹിക്കാൻ പറ്റത്തില്ല. ആ അപ്പന് അവിടെ ഒരു വല്യപ്പൻ ഇരിപ്പാണ്. വല്യപ്പനൊന്നുമല്ല, ഒരു 60 വയസ്സ് കാണും, 60-65 വയസ്സ് കാണും. ഒരങ്കിള് ആ വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ അപ്പനാണ്. അപ്പനും അമ്മയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ അപ്പന് പാസ്റ്റർ വാക്യമെല്ലാം കൊടുത്തപ്പോൾ ഇങ്ങനെ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും കേൾക്കാൻ മേല, ഒന്നും ചെവി കേൾക്കത്തേയില്ല, ഒത്തിരി നാളായി ചെവി അടഞ്ഞു പോയിട്ടെന്ന്. അങ്ങനെ പാസ്റ്റർ വാക്യമെല്ലാം കൊടുത്തു കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ മുമ്പിൽ ആഹ്വാനം ചെയ്തു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ അപ്പച്ചൻ്റെ ആ അങ്കിളിൻ്റെ 2 ചെവിയേലും പിടിച്ച് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഇത്രയും ദൂരത്തിൽ നിന്ന് വന്നതാണ്, നിൻ്റെ അത്ഭുതം ഇവിടെ നടക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. കൈയെടുത്ത ഉടനെ ഞാൻ എന്നിട്ട് അവരോട് പേര് ചോദിച്ചു. അങ്കിളെ, ചെവി കേൾക്കുന്നോ എന്ന് ചോദിച്ചു. നല്ലതായിട്ട് കേൾക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നേരവും വെളിയിലിറങ്ങി ആ അപ്പച്ചൻ്റെ സന്തോഷം കാണണം, ആ അങ്കിളിൻ്റെ സന്തോഷം കാണണം. ഭയങ്കര സന്തോഷം. അങ്ങനെ ആ മനുഷ്യൻ്റെ ചെവി ഇന്നലെ ദൈവം തുറന്നു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യം നോക്കാൻ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്. പൗലോസ് ഒത്തിരി ജനങ്ങളുമായിട്ട് അവർ ബോട്ടേൽ പൊക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ചങ്ങലയാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റും കോളും വന്ന് അവരുടെ ബോട്ടെല്ലാം ഭയങ്കര ഇതായി എല്ലാം നശിച്ചു പോകുന്ന ലക്ഷണമായപ്പോൾ പൗലോസിനോട് ദൈവം പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ ബോട്ടിൽ അവനോട് സംസാരിക്കുവാണ്. ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, ഈ ജനങ്ങളെയെല്ലാം ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെ ആ ബോട്ടെല്ലാം പൊട്ടിത്തകർന്ന് അവർ ഈജാടി അവർ നീന്തി എങ്ങനെയൊക്കെയോ പലക വഴിയൊക്കെ നീന്തി പുബ്ലിയോസ് എന്ന കരയിൽ ചെന്ന് കയറി. അപ്പോൾ അവിടെ അവർക്ക് ഭയങ്കര കാറ്റും തണുപ്പും വന്നപ്പോൾ അവരെല്ലാവരും കൂടി തീ കത്തിച്ച് പൗലോസും വിറക് പെറുക്കി അതിനകത്തോട്ടിട്ടപ്പോൾ അവൻ്റെ കയ്യിൽ പാമ്പ്, ഭയങ്കര ഒരു അണലി ഭയങ്കര വിഷമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ അണലി തൂങ്ങിയപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പറയുക, അയ്യോ, അവിടെ നിന്നും ദൈവം രക്ഷിച്ചിട്ടും നീതി ദേവി അവനെ വിടുന്നില്ല. ഇപ്പോൾ അവനെ പാമ്പ് കടിച്ച് അവൻ വീർത്ത് ചത്ത വീഴും എന്ന് കണ്ട് ഇവരെല്ലാം നോക്കിയിരിക്കുക. ഇവൻ ആ പാമ്പിനെ കുടഞ്ഞ് തീക്കകത്തോട്ടിട്ടു. അവൻ ധൈര്യമായിട്ട് നിന്നു. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ അറിയാം. ശക്തിയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, പ്രീതിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ആ ബുബ്ലിയോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മായിയപ്പൻ പനിയായി കിടക്കുകയായിരുന്നു. അവൻ്റെ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ സുഖമായി. അങ്ങനെ ആ ദേശത്തിൽ അനേകരും അവനു വേണ്ടി അവൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു.
നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് മക്കളെ. നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ കർത്താവേ നിന്നോടുകൂടെ മേങ്ങളിലെടുക്കപ്പെടണം, നിന്നോടുകൂടെ വരണമെന്നൊരു ചിന്ത നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവം എന്നെ പ്രീതി ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ മഹിമ എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നിനക്കത് അറിയാനുള്ള ശക്തിയും നമ്പിക്കയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കൈവിടല്ലപ്പ. തലവേദന, വയറ്റുവേദന, മുട്ടുവേദന, പുറത്തുവേദന, എല്ലാ വേദനകളെയും നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പ. നിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ കർത്താവെ, ഇപ്പോൾ തന്നെ നീ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. കാൻസർ രോഗത്താല് കർത്താവെ, പാരാലിസിസ് രോഗത്താല് ഏതെല്ലാം വിധത്തിൽ കർത്താവെ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ട്യൂമറാകി കർത്താവെ, കിഡ്നിയിൽ കല്ലായി, കോൾ ബ്ലാഡറിൽ കല്ലായി, ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുന്നപ്പ അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, സ്വർഗത്തിൽ പോകാൻ ഒരു വഴി കൊടുക്കണമേ കർത്താവേ. അപ്പാ നീ കൈവിടല്ലപ്പാ, നീ കൈവിടല്ലപ്പാ. അപ്പാ എത്രയോ ജനങ്ങൾ കർത്താവെ കടഭാരത്താൽ കഷ്ടപ്പെടുന്നപ്പാ, വീടില്ലാതെ വെള്ളം കയറി കഷ്ടപ്പെടുന്നപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ കർത്താവേ. നീ കൈവിടല്ലപ്പാ. യേശുവേ നിനക്ക് സ്തോത്ര സ്തോത്ര കർത്താവേ. അപ്പാ വിവാഹം നടക്കാതെ എത്രയോ മക്കള് 30-35 വയസ്സായ മക്കളുകളുണ്ടല്ലപ്പാ. അവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ അപ്പാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ അപ്പാ. കർത്താവെ, എല്ലാ പാസ്റ്റർമാരെയും എല്ലാ അച്ഛന്മാരെയും എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും സുവിശേഷം അറിയുവാനും അറിയിക്കുവാനും നീ ഇടയാക്കണമേ അപ്പാ. കർത്താവേ, നീ കൈവിടല്ലപ്പാ. അപ്പാ നിന്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാക്കി പ്രതിയുബ്രനെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാവർക്കും നല്ല വിശ്വാസം കൊടുക്കണമേ. അബ്രഹാമിന് കൊടുത്ത വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ അപ്പാ, തരണമേ അപ്പാ. ശലോമോന് കൊടുത്ത ജ്ഞാനത്തെ നീ ഞങ്ങൾക്ക് തരണമേ അപ്പാ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.